ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു എളുപ്പത്തിലുള്ള വാൾ ഡെക്കോർ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ആണ്. അപ്പം അതിന് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ്, ദെൻ സ്ട്രോ. നമുക്ക് എന്തായാലും വേണം സ്ട്രോ. ഇപ്പം ഞാൻ അത്രയും സ്ട്രോ എടുക്കണില്ല, ഞാൻ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അത് കാരണം ഇപ്പോൾ ക്ലാസ്സിലാക്കിയിട്ടാണ് വെച്ച് നോക്കണത്. ലാർജ്, പിന്നെ മീഡിയം, പിന്നെ ചെറുത്, ഇത്രയും ഒരളവിലാക്കിയിട്ടാണ് ഞാൻ വെച്ച് വെക്കണത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബുക്കിൻ്റെ ചട്ടി എടുക്കണമെങ്കിൽ ബുക്കിൻ്റെ ചട്ടി എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതാണ് എടുത്ത് വെക്കണത്. then നമുക്കത് ഒട്ടിക്കാനുള്ള ഫെവി ബോണ്ടാണ് ഞാൻ എടുത്ത് വെക്കണത് കേട്ടോ. ഫെവിക്കോൾ നിങ്ങൾക്ക് ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്കാം, പക്ഷേ ഒന്ന് സ്പീഡിൽ ഒട്ടാൻ വേണ്ടിയാണ് ഞാൻ ഫെവി ബോണ്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം വലുതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് പശ തേച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇതിൽ പശ തേക്കാം. നമുക്ക് അല്ലെങ്കിൽ ഇതുമ്മലും തേക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുമ്മ തേക്കുകയാണ്. പശ തേച്ചിട്ട് ഒട്ടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി വരയ്ക്കാം പോവാണ്. നമുക്കിതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അധികമായ പിന്നെ കുറേ നേരം ഉണങ്ങും. അപ്പം നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമുക്കിതേ സ്ട്രോ ഞാൻ അപ്പോൾ വലുതാണ് എടുത്ത് നോക്കണം. ആദ്യം വലുത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ മീഡിയം ഒട്ടിച്ചെടുക്കുക. ഇതേ കണ്ടോ, മീഡിയത്തിൻ്റെ അപ്പുറത്ത് ഒട്ടിച്ചെടുക്കുക, വലുതിൻ്റെ അപ്പുറത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് സ്മോൾ ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഇപ്പുറത്ത് മീഡിയം ഒട്ടിച്ചെടുക്കുക, പിന്നെ നമ്മൾ സ്മോൾ ഒട്ടിച്ചെടുക്കുക. പക്ഷേ ഉണങ്ങി വരുന്നുണ്ട്, അപ്പോഴേക്കും നമുക്ക് വേഗം ഒട്ടിക്കാം. അടുത്ത നമുക്ക് വലുതെടുത്തിട്ട് ഇതിൻ്റെ നേരെ ഒട്ടിക്കാം. നമ്മൾ ആദ്യം ഒട്ടിച്ചതിൻ്റെ വലുതിൻ്റെ നേരെ തന്നെ ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മീഡിയം പിന്നെ സ്മോൾ അതപ്പുറത്തും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇത് നമ്മുടെ പശ ഉണങ്ങി വരുന്നില്ല, അപ്പോൾ നമുക്ക് വേഗം സ്പീഡിലാവാം. ദെൻ നമുക്ക് ലെഫ്റ്റും റൈറ്റിലായിട്ടാണ് അടുത്തത് ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ. അടുത്തത് നമുക്ക് പശ തേക്കാം. ഉണങ്ങിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് അടുത്തത് പശ തേക്കാം. അത് നമ്മുടെ സെയിം തന്നെ മെത്തേഡ് തന്നെ, ലാർജ്, മീഡിയം, സ്മോൾ അപ്പുറത്തും വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ വെച്ചെടുക്കാം. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ്ട, എന്നാലും അതൊന്ന് നേരെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. പേപ്പർ സ്ട്രോ തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ പേപ്പറൊക്കെ ചുരുട്ടി ആയാലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പേപ്പറിൻ്റെ ചട്ടിയും വേണമെന്നില്ല, ഞാൻ കളർ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തതാണ്. ഇത് നമുക്കിത് വീണ്ടും ഇതിൻ്റെ നേരെ തന്നെ ഇത് ഒട്ടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണാടിയോ അല്ലെങ്കിൽ വല്ല റൈറ്റിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി മെത്തേഡാണ്. അപ്പം ഇത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വീണ്ടും മീഡിയം, സ്മോൾ അങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ നടുവിലാക്കിയിട്ട് വലുത് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും പശ തേക്കാം. പശ തേച്ചിട്ട് ഒട്ടിക്കാം. പരത്ത് ഞാൻ അപ്പോൾ പശ തേക്കേണ്ട വേഗം ഒട്ടിക്കാനാണ്. അപ്പം നമുക്ക് പശ തേക്കാം. അത് ഇപ്പം ഞാൻ വേറെ ഐഡിയ ആയിട്ട് വന്നിക്കാണ്. വലുതൊക്കെ ആദ്യം ഒട്ടിക്കാനാണ് കേട്ടോ. വലുത് ഞാൻ ഇപ്പുറത്ത് ഒട്ടിച്ച് പിന്നെ വേഗം എളുപ്പമാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെയും ഇനി അപ്പുറത്തെയും കൂടി ഒട്ടിച്ചെടുക്കാം. എനിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്കൂൾക്ക് തുറക്കാൻ പോവല്ലേ, പിന്നെ നാളെ സ്കൂൾ തുറക്കാം. അപ്പോൾ ടീച്ചർമാർക്ക് ഗിഫ്റ്റായിട്ടോ
അല്ലെങ്കിൽ ടീച്ചർ വല്ല ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. ടീച്ചറുടെ ഒക്കെ ഫോട്ടോ വെച്ച് അതിൻ്റെ അടിയിൽ എഴുതാൻ പറ്റിയൊരു അടിപൊളി ഗിഫ്റ്റ് ഐഡിയയും കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ 3 ഒട്ടിക്കാനുള്ള കാരണം അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പം അതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എത്ര സ്ഥലം ഉണ്ടോ അത്രയും ഒട്ടിച്ചാൽ മതി. അപ്പം ഇതേ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പുറത്തതേ 4 വെക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ഒട്ടിച്ച് കൊടുക്കാം. അടുത്ത ചെറുതൊട്ടിക്കാൻ സ്ഥലമുണ്ട്, അപ്പം നമുക്ക് ചെറുതൊട്ടിക്കാം കേട്ടോ. ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്ത് നമുക്കിനി ഒട്ടിച്ച് കൊടുക്കും. പക്ഷെ ഉണങ്ങുമ്പോഴേക്കും വേഗം വേഗം ചെയ്യണം. ഓക്കെ, പശ ഇങ്ങനെ ഫെവിബോൾഡ് ആയതുകൊണ്ട് അതിൻ്റെ പശ നീണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ പശയുടെ അവിടെ കളറ് കാണാനുള്ളത് കേട്ടോ. അത് ഇപ്പുറത്ത് ഞാൻ 3 ഒട്ടിക്കാനുള്ള ഞാൻ പെട്ടെന്ന് അതിലുണ്ട് വിചാരിച്ചെടുക്കാൻ പോയി, അതാണ് കൈ കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞുണ്ടായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ പിന്നെ ചെറുത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് പതിയെ ഭയങ്കര മറ്റേ സ്പീഡിലൊക്കെ പ്രസ് ചെയ്താൽ അത് ഭയങ്കരമായിട്ട് മടങ്ങാൻ തുടങ്ങും. അപ്പം അതല്ലാണ്ട് പതിയെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വാൾ ഹാങ്ങിങ്. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാം മിററോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.